11 കോടി രൂപയുടെ, ഒന്നും രണ്ടും അല്ല, 11 കോടി രൂപയുടെ കഞ്ചാവുമായിട്ട് മലയാളി മോഡൽ ഹർഷ സണ്ണി പിടിയിലായ കേസിൽ അന്വേഷണം ഊർജിതമാണ്. മോഡൽ മുൻപും ലഹരി കടത്തിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. ലഹരി കച്ചവടത്തിന് ലക്ഷ്യമിട്ടിരുന്നത് കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളാണ്. വിമാനത്താവളത്തിൽ പ്രതിക്ക് സഹായികൾ ഉണ്ടോ എന്നതിലും അന്വേഷണമുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നു. സഹിൻ, എന്താണ് കസ്റ്റംസ് വിലയിരുത്തൽ? സേതു, വ്യാഴാഴ്ച പുലർച്ചെയാണ് ഹർഷ സണ്ണി എന്ന് പറയുന്ന മോഡലും മുൻ മിസിസ് കേരളയുമായിട്ടുള്ള യുവതി പിടിയിലാകുന്നത്. 11 കോടി 83 ലക്ഷം രൂപയുടെ ഹൈഡ്രോപോണിക് കഞ്ചാവുമായിട്ടാണ് ഇവർ പിടിയിലായത്. മുംബൈ വിമാനത്താവളത്തിൽ ഇവർ പിടിയിലാകുമ്പോൾ ഇവരെ സഹായിക്കാൻ മറ്റാരെങ്കിലും ശ്രമിച്ചിരുന്നോ എന്നുള്ളതാണ് കസ്റ്റംസ് പരിശോധിക്കുന്നത്. കാരണം കസ്റ്റംസിലെ തന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ ഇവർക്ക് ഇത്രയും അധികം കഞ്ചാവ് കൊണ്ടുവരാൻ കഴിയില്ല എന്നൊരു അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇവരുടെ പാസ്പോർട്ട് പരിശോധിച്ചതിൽ ഇവർ മുൻപും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കസ്റ്റംസിന് മനസ്സിലാവുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ മുൻപും ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ളവ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് സംശയിക്കുന്നു. കൂടാതെ കേരളവും തമിഴ്നാടുമായിരുന്നു പ്രധാനമായിട്ടും പ്രതികൾ ഈ ലഹരിമരുന്ന് വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരുന്ന സ്ഥലങ്ങൾ എന്നുള്ളത് കസ്റ്റംസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതും. ഈ ഹർഷ സണ്ണിയെ ഇവരുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും കസ്റ്റംസ് വിലയിരുത്തുന്നുണ്ട്. മുൻപ് ഇവർ ചില സ്വകാര്യ ബാങ്കുകളിൽ ജോലിയെടുത്തിരുന്നു. അവിടെ റിലേഷൻഷിപ്പ് ഹെഡുമായിട്ടാണ് ജോലിയെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.